നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. തിരൂരിൽ സിവിൽ സപ്ലൈസ് സപ്ലൈഡ് ഗോഡൌണിൽ 2.25 കോടിയുടെ റേഷൻ ധാന്യ വെട്ടിപ്പ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ റേഷൻ വെട്ടിപ്പിന്റെ ചുരുളഴിക്കാൻ അന്വേഷണവുമായി പോലീസ്. തിരൂർ താലൂക്ക് ഡിപ്പോക്ക് കീഴിലുള്ള കടുങ്ങാത്തുകുണ്ട് ഡിപ്പോയിലാണ് ഞെട്ടിക്കുന്ന വെട്ടിപ്പ് നടന്നിരിക്കുന്നത്. റേഷനരി, ഗോതമ്പ്, ആട്ട എന്നിവ ഗോഡൌണിൽ നിന്ന് കടത്തിയെന്നാണ് വകുപ്പ് കണ്ടെത്തിയിരിക്കുന്നത്. സംഭവത്തിൽ താനൂർ ഡിവൈഎസ്പി വി ബെന്നിയുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. താലൂക്ക് ഡിപ്പോ മാനേജർ നൽകിയ പരാതിയനുസരിച്ചാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. വിവിധ പരിശോധനകളിൽ വൻ വെട്ടിപ്പ് കണ്ടെത്തിയതോടെയാണ് പോലീസിൽ വകുപ്പ് അധികൃതർ പരാതി നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ആദ്യം പൊന്നാനി താലൂക്ക് സപ്ലൈ ഓഫീസർ നടത്തിയ പരിശോധനയിലാണ് ആദ്യമായി വെട്ടിപ്പ് കണ്ടെത്തിയത്. പിന്നീട് ജൂലൈയിൽ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസറും മലപ്പുറം സപ്ലൈകോയുടെ ഇന്റേണൽ ഓഡിറ്റ് വിഭാഗവും പരിശോധന നടത്തി. അവയിലും ക്രമക്കേട് കണ്ടെത്തി. 2024 ഏപ്രിലിൽ തുടർച്ചയായ 3 ദിവസങ്ങളിലായി നടത്തിയ 2023-24 വർഷത്തെ സ്റ്റോക്ക് വെരിഫിക്കേഷനിലും ക്രമക്കേടുകൾ വ്യക്തമായി. അതിനു പിന്നാലെ കോഴിക്കോട് ജില്ലാ സപ്ലൈകോ ഓഫീസിലെ സീനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ തിരൂർ താലൂക്ക് സപ്ലൈ ഓഫീസറും റേഷനിംഗ് ഇൻസ്പെക്ടർമാരും നടത്തിയ പരിശോധനയിലും റേഷൻ ധാന്യങ്ങളുടെ കുറവ് കണ്ടെത്തിയതോടെയാണ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. $2,78,74,579 രൂപയുടെ നഷ്ടമാണ് കണ്ടെത്തിയിരിക്കുന്നത്. വനിതാ ജീവനക്കാരികളെ ഉൾപ്പെടെ പ്രതി ചേർത്താണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. കൽപ്പകഞ്ചേരി പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം താനൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട്. വൻ വെട്ടിപ്പ് കണ്ടെത്തിയിട്ടും ഡിപ്പോയിലെ ജീവനക്കാരെല്ലാം അതേ നിലയിൽ ഇവിടെ തുടരുന്നുണ്ട്. വകുപ്പുതല നടപടി സ്വീകരിക്കാതെ നേരിൽ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ് വകുപ്പ്. എഡിറ്റർ ലൈവ്, തിരൂർ. ഓൾമോസ്റ്റ് എല്ലായി. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ, മോൾ ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലേ? സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്.